ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ മോസ്റ്റ് ഐക്കോണിക് ഹെറിറ്റേജ് സൈറ്റ് ഇൻ കൊച്ചിയാണ്, ദ ബോൾഗാട്ടി പാലസ്. ഞങ്ങൾ ഇറങ്ങിയ സമയം ഓഫീസ് ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. മാത്രമല്ല 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ടെൻഷനിലുമായിരുന്നു. ഭാഗ്യവശാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ക്ലൈമറ്റ് ഞങ്ങൾക്ക് ഫേവറബിൾ ആയിരുന്നു. ഇതാണ് ബോൾഗാട്ടി പാലസിൻ്റെ എൻട്രൻസ്. ഇനി നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ബാക്കി ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ചെയ്യാം. നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്തത് KTDC സൈറ്റ് വഴിയാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഞാൻ ഫുൾ ഫുട്ടേജ് ഇടുകയാണ്, കാരണം ഇവിടെ എൻട്രൻസിൽ നിന്ന് തന്നെ ഗാർഡൻ കാണാൻ നല്ല രസമാണ്. ഇവിടെ ആകെ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറേ കാണാനുണ്ട്. റിസപ്ഷൻ എത്തുന്ന വരെ നല്ലൊരു വ്യൂ ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അങ്ങനെ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തി. നമ്മൾ എടുത്ത റൂം ടൈപ്പ് എന്ന് പറഞ്ഞാൽ പാലസ് സ്വീറ്റ് റൂമാണ്. അതിലൊരു ലിവിങ് ഏരിയ പോലെയാണ് ഫസ്റ്റ് കാണുന്നത്. ഇവിടെ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്നത് റോയൽ ഫീൽ തരുന്ന ഒരു ബെഡ്റൂമിലേക്കാണ്. ഇവിടെ സൈഡിൽ സോഫ ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, കേർട്ടൻസ് ഉണ്ട്. സൈഡ് ടേബിളിൽ കെറ്റിൽ വെച്ചിട്ടുണ്ട്, കപ്സ് ഉണ്ട്, പിന്നെ ടീ, കോഫി, പിന്നെ മിൽക്ക് പൗഡർ ഒക്കെ അവിടെ ഒരു പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മിനറൽ വാട്ടർ ഉണ്ട്. ഇവിടെ കുറച്ച് പോർട്രേറ്റ്സ് ഒക്കെ കാണാം. ബെഡിൽ കിങ് സൈസ് ബെഡാണ്. അവിടെ വൈറ്റും റെഡും കോമ്പിനേഷനിൽ ഷീറ്റ് ഉണ്ട്. പിന്നെ നേരെ മുകളിലായിട്ട് വലിയൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. സൈഡിൽ ഒരു ഡൈനിങ് ടേബിള്, അതിൻ്റെ സൈഡിലൊരു അയൺ ടേബിൾ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോറെന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഡോറാണ്. പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്, അതിൻ്റെ സൈഡിലും ലൈറ്റ്സ്, അത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്റ്റോറേജ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഒരു ക്യാബിനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. പിന്നെ ഒരു അലമാരി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ലോക്കർ സെറ്റപ്പൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോരാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാൻഡിലും തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് റൂമിലിട്ടിരിക്കാനുള്ളത്. പിന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇനി വാഷ് ബേസിൻ്റെ അവിടെ ഹാൻഡ് വാഷ്, കോമ്പ്, ഷേവിങ് കിറ്റ്, ടോയ്ലറ്റ് പേപ്പർ, ഡെൻറ്റൽ കിറ്റ്, ഷവർ ക്യാപ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോരാതെ നമുക്ക് ഷവർ ജെല്ലും ഷാമ്പൂ ഒക്കെ ഉള്ളിലുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വലിയൊരു ബാത്ത് ടബ് ഉണ്ട്. ബാത്റൂം അത്യാവശ്യം ക്ലീനുമാണ്, പിന്നെ നല്ല സ്പേസും ഉണ്ട്. പിന്നെ ഈ ക്ലോസറ്റിൻ്റെ താഴെ തന്നെ ഒരു വൈറ്റ് ടവലും വിരിച്ചിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത് റൂമിൻ്റെ പുറത്തത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടുന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് കയറുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ കാണാം. ഈ പൂളും അത്യാവശ്യം വലിയ പൂളാണ്. ആഴം അത്ര തോന്നിയില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ആക്ച്വലി. ഞങ്ങൾ അതിനുള്ള ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് ഇറങ്ങിയില്ല. ആ പൂളിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു പാർക്കിലേക്കാണ് കേട്ടോ. ഈ പാർക്കിൽ അത്യാവശ്യം റൈഡുകളുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് പാർക്ക് എന്നുള്ള വ്യൂ. നല്ല രസമാണ് കാണാനായിട്ട്. ഈ ബോൾഗാട്ടി പാലസിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇത് 1744 ഉണ്ടാക്കിയ ഡച്ച് നിർമ്മിതിയാണ്. ഹോളണ്ടിന് പുറത്ത് ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡച്ച് പാലസുകളിൽ ഒന്നാണിത്. ആദ്യം ഡച്ച് ഗവർണേഴ്സാണ് ഈ പാലസിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ മാൻഷൻ ബ്രിട്ടീഷ് ഗവർണേഴ്സ് ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമാണ് KTDC ഇത് ഏറ്റെടുത്ത് റിസോർട്ടാക്കിയത്. എന്തായാലും അവർ മൊത്തത്തിൽ ആ ഒരു ബിൽഡിങ്ങിന് ഒരു റോയൽ ടച്ച് കൊടുത്തിട്ട് തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് പാലസ് ഹാള്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പണ്ട് കാലത്ത് ഒഫീഷ്യൽ ഗാദറിങ്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഹാളായിരുന്നു അത്. ഇവിടെ ആ പണ്ടത്തെ ആ ഒരു ഡിസൈനൊക്കെ കാണാം. പിന്നെ സൈഡിൽ വാൾ പെയിൻറ്റിങ്സ്, അതിൻ്റെ കൂടെ കുറേ പോർട്രേറ്റ്സ്, പിന്നെ നമ്മളെ റൂമിൽ കണ്ട പോലത്തെ ലൈറ്റ്സൊക്കെ കാണാം ഇവിടെ. പിന്നെ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നത് ഇതാ ഈ ഒരു ഏരിയയിലേക്കാണ്. സൈഡിൽ വുഡൻ സ്റ്റെയർസ് കാണാം, അത് മുകളിലുള്ള റൂംസിലേക്ക് കയറാനുള്ളതാണ്. ഇതാണ് കേട്ടോ നൈറ്റ് വ്യൂ ഓഫ് ബോൾഗാട്ടി പാലസ്.
അങ്ങനെ നമ്മളുടെ ഈ ട്രാവൽ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അത് നമ്മൾ മാക്സിമം അടുത്ത വ്ളോഗുകളിൽ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.